മനുഷ്യക്കടത്തും അവയവ കച്ചവടവും മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിലാണ് എല്ലാം നടത്തിയത്. ഇരകളായവരിൽ ഒരാളൊഴികെ 14 പേരും ഇതര സംസ്ഥാനക്കാർ. അവയവം സ്വീകരിച്ച 15 പേരും ഉത്തരേന്ത്യക്കാരാണ്. പോലീസ് അന്വേഷണത്തിൽ വെളിവായിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. അവയവക്കടത്ത് സംഘത്തിന്റെ പ്രവർത്തന രീതിയും സാമ്പത്തിക ഇടപാടുകളും സംബന്ധിച്ച നിർണായക തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. കൊച്ചി കേന്ദ്രമാക്കി തുടങ്ങിയ കടലാസ് കമ്പനിയാണ് എല്ലാം നിയന്ത്രിച്ചിരുന്നത്. ഇതിന്റെ പേരിലെടുത്ത ബാങ്ക് അക്കൗണ്ട് വഴിയാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നത്. കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ ROCയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. 4 പേരാണ് റാക്കറ്റിലെ പ്രധാനികൾ. മുഖ്യപ്രതി ഇറാനിൽ തന്നെയാണുള്ളത്. മറ്റൊരാൾ ഉത്തരേന്ത്യക്കാരനാണ്. ഇവരെ പിടികൂടാൻ പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ട്. എറണാകുളം റൂറൽ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം തമിഴ്നാടടക്കം വിവിധ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോഴുള്ളത്. വൃക്ക നൽകിയവരെയും സ്വീകരിച്ചവരെയും കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം കൂടുതൽ അറസ്റ്റിലേക്കും പോകും. അവയവ കൈമാറ്റം സുഗമമായതിനാലാണ് ഇറാനിലെ ആശുപത്രി ഇതിനായി തെരഞ്ഞെടുക്കാൻ കാരണം. അവയവ വിൽപ്പനയ്ക്കൊപ്പം മനുഷ്യക്കടത്ത് കുറ്റം കൂടി ചുമത്തിയിരിക്കുന്നതിനാൽ പ്രതികൾക്കെതിരെ കടുത്ത നടപടികൾക്കാണ് പോലീസ് ശ്രമിക്കുന്നത്. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.